കഥ പറയട്ടെ, കഥ പറയാൻ പോകട്ടോ എല്ലാ കുട്ടികളോടും. കുറച്ച് കുട്ടികളെയും കൊണ്ട് അംഗനവാടിയിലെ ടീച്ചർ ബസ് സ്റ്റോപ്പിൽ നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവർ അടുത്ത ബസ്സിൽ കുറച്ച് മുതിർന്ന കുട്ടികൾ വന്ന് ഇറങ്ങി. ഈ കുട്ടികളോട് തോന്നിയ വാത്സല്യം കൊണ്ട് അവർ കുറച്ച് ബബിൾക്ക ഈ കുട്ടികൾക്ക് കൊടുത്തിട്ടോ. ബബിൾക്കം കഴിക്കുന്നത് കണ്ടാൽ ടീച്ചർ ചീത്ത പറയുമെന്നുള്ളത് കുട്ടികൾക്ക് അറിയാവുന്നത് കൊണ്ട് ടീച്ചർ കാണാതെ അത് അവർ കഴിക്കുകയും അത് പിന്നെ ടീച്ചർ കാണുമെന്ന് കണ്ടപ്പോൾ അവർ മെല്ലനെ അത് ചവച്ചിട്ട് പിന്നെ കസാലയിൽ ബസ് സ്റ്റോപ്പിലെ ചെയറിൽ ഒട്ടിക്കുകയും ചെയ്ത്. അപ്പോൾ ടീച്ചർക്ക് സംശയമുണ്ട് ഇവരെന്തോ വികൃതി ഒപ്പിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചർ ചോദിച്ചു, നിങ്ങളവിടെ എന്താ ചെയ്യുന്നത്, നിങ്ങളെ പാടെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെ മൂഡ് നല്ല മൂഡാണ് ടീച്ചർ. അപ്പോൾ ഒരു കുട്ടി പാടി, മൂഡ് ബബിൾക്ക മൂഡ്, ചമച്ച മൂഡ്, ഒട്ടിച്ച മൂഡ് എന്നിവർ പാടി. അപ്പോൾ ടീച്ചർക്ക് സംശയം തോന്നി നോക്കിയപ്പോഴത്തേക്ക് ഇവർ മെല്ലനെ ബബിൾക്കം മറഞ്ഞു നിന്നു. അങ്ങനെ അടുത്ത ബസ് വന്ന് കുട്ടികളെയും കൊണ്ട് ടീച്ചർ ബസ്സിൽ കയറിപ്പോയി. പിന്നീട് ഒരു അലസനായ പരിസരമൊന്നും ശ്രദ്ധിക്കാതെ അങ്കിള് വന്നു ആ ബസ് സ്റ്റോപ്പിൽ. അങ്കിൾ ഇരുന്നു. അങ്കിൾ അതും ബാക്കിൽ പറ്റിച്ച് അടുത്ത ബസ്സിൽ അങ്കിൾ കയറിപ്പോയി. അപ്പോൾ അവിടെ ബസ്സിൽ ഒറ്റമുണ്ട് കൊടുത്ത ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. അങ്കിളിൻ്റെ പാൻറ്റിൽ നിന്ന് ആ മുത്തശ്ശിയുടെ മുണ്ടിലേക്ക് ഈ ബബിൾക്കം പറ്റിപ്പിടിച്ചു. അങ്ങനെ അങ്കിളിൻ്റെ ബസ് സ്റ്റോപ്പ് എത്തിയപ്പോൾ അങ്കിൾ ഇറങ്ങി പോകുമ്പോൾ അങ്കിളിൻ്റെ പാൻറ്റിൽ ഈ മുത്തശ്ശിയുടെ ഒറ്റമുണ്ട് ഒട്ടിപ്പിടിച്ചു പോയി. ബസ്സിൽ നിന്ന് വിരിയാൾ ഇറങ്ങിയിട്ട് ഇങ്ങനെ അലസമായി പോകുന്നത് കണ്ടപ്പോൾ രണ്ട് ആൺകുട്ടികൾ 2 വീലറിൽ വരുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞത്, ആരടാ ഈ തുണി പറപ്പിച്ച് പോണ സ്പൈഡർമാനോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആ മുണ്ട് ഇവരെ വീലിൽ കുടുങ്ങുകയും ഇവർ രണ്ടുപേരും വണ്ടി മറിഞ്ഞ് വീഴുകയും ചെയ്തു. അപ്പോൾ അതിനൊക്കെ അങ്കിൾ അപ്പുറത്തേക്ക് സ്റ്റോപ്പിലേക്ക് കടന്നു പോയിരുന്നു. അങ്ങനെ അയാൾ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് അയാൾ നടന്നു പോകുമ്പോൾ ഒരു പോസ്റ്റിലായി മുണ്ട് അയാളായിട്ട് ചുറ്റി. അപ്പോൾ അയാൾ പറഞ്ഞു, ആരാടാ എന്നെ പിടിച്ചു വെച്ചതെന്ന് ചോദിച്ച് അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ കണ്ട് അയാൾക്ക് ഒരു മുണ്ട് അയാളിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്നത്. അയാൾ ആ മുണ്ട് ഒഴിവാക്കി ആ അങ്കിൾ പോയി കഴിഞ്ഞ് ഈ അമ്മൂമ്മ കുറച്ച് കഴിഞ്ഞ് ബസ്സിൽ നിന്നും ഇറങ്ങാൻ വേണ്ടി നോക്കിയപ്പോഴാണ് അമ്മൂമ്മ കാണുന്നത് അമ്മൂമ്മൻ്റെ വേസ്റ്റിയിലെ ഒറ്റമുണ്ട് കാണുന്നില്ല. അമ്മൂമ്മക്ക് ദേഷ്യം പിടിച്ചു. അമ്മൂമ്മ പറഞ്ഞു, കണ്ടക്ടറെ ഒറ്റയടിക്ക് പിടിച്ചു, എടാ എൻ്റെ ഒറ്റമുണ്ട് എവിടെടാ, താടാ എൻ്റെ ഒറ്റമുണ്ട് എന്ന് പറഞ്ഞ് അമ്മൂമ്മ കണ്ടക്ടർക്ക് പിടുത്തം വിട്ടു. കണ്ടക്ടർ പറഞ്ഞു, ശ്രീ, എൻ്റെ കയ്യിൽ നിങ്ങൾ ഒറ്റമുണ്ടൊന്നുമില്ല, നിങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ മുണ്ട് കൊടുക്കാതായിരിക്കും വന്നത്. അതോടുകൂടി അമ്മൂമ്മക്ക് വല്ലാതെ ദേഷ്യം പിടിച്ചു. അമ്മൂമ്മ ചാടി ഡ്രൈവറെ ചങ്കിന് പിടിച്ചു. ഡ്രൈവറെ കോളർ പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഒറ്റമുണ്ട് നീ അറിയാതെ എവിടെയും പോയില്ലടാ എന്ന് പറഞ്ഞ് അമ്മൂമ്മ ഡ്രൈവറെ കോളർ പിടിച്ച് കുലുക്കുകയും ഡ്രൈവറുടെ സ്റ്റെയറിങ് ഡ്രൈവിങ്ങും ഒക്കെ തെറ്റുകയും അത് വേറൊരു മരത്തിൽ പോയി ഇടിക്കുകയും എല്ലാവർക്കും കുഴപ്പമില്ലാത്ത പരിക്ക് പറ്റുകയും ചെയ്തു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആകെ പ്രശ്നം ആ 2 കുട്ടികൾ 2 വീലറിൽ നിന്ന് വീണു. ഈ ബസ് സ്റ്റോപ്പിലും ബസ്സിലുമുള്ള ആളുകൾക്ക് പ്രശ്നം വന്നു. ഇതെന്താണ് കാരണം? ഈ കുഞ്ഞു കുട്ടികൾ ബബിൾക്ക് ആ ചെയറിൽ ഒട്ടിച്ചിട്ടത് കൊണ്ടാണ്. അപ്പം നിങ്ങളെല്ലാവരും മക്കളല്ലേ, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളാൽ മറ്റുള്ളവർക്കും ഒരു പ്രോബ്ലം വരരുത്, നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മളാൽ ഒരാളും വേറെ കുടുങ്ങാൻ പാടില്ല. അടുത്ത കഥയുമായിട്ട് വരുന്നത് വരെ